പ്രമുഖ നിരയെ വെട്ടിനിരത്തി എന്നല്ല, വിവാദങ്ങളുണ്ടാക്കിയ വിഴുപ്പുകളെ പുറത്തേക്കെറിഞ്ഞാണ് ഇത്തവണ CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ചിലവർക്ക് കൂടുമാറ്റം നൽകിയെങ്കിലും ഇനി കൊണ്ടു നടന്നാൽ അവിടെ പാർട്ടിയിൽ കുരുപ്പ് പോലും മുളയ്ക്കില്ല എന്ന ഉറപ്പുള്ള നേതാക്കന്മാരെ മുഴുവൻ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിൽ പരിചിത മുഖങ്ങൾ ഒത്തിരിയുണ്ടെങ്കിലും പ്രധാനി കൊല്ലം MLA മുകേഷ് ആണ്. മുകേഷിനെ വെട്ടിനിരത്തിക്കൊണ്ടാണ് ഇത്തവണ CPM എത്തിയത്. അയാൾക്കെതിരെ ഉണ്ടായ സ്ത്രീ വിഷയ ആരോപണങ്ങൾ സഹിച്ചു കടിച്ചു പിടിച്ച് പാർട്ടി ഇത്രയും കാലം കാക്കുകയായിരുന്നു. ഈ അവസരം ആ മാറാപ്പ് ഇറക്കി വെക്കാനായിട്ട് CPM ഉപയോഗിച്ചിരിക്കുന്നു. രാജിയുടെ വക്കിൽ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇതേ സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. 2017 ജൂലൈയിൽ കേരള സർക്കാർ രൂപീകരിച്ച ഒരു ഉപദേശക കമ്മിറ്റിയായിരുന്നു ഹേമ കമ്മിറ്റി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഈ കമ്മിറ്റി മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രധാന കാരണം. ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആദ്യം പെട്ടത് മുകേഷ് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടത്. നിരവധി സ്ത്രീകളാണ് അതിനുശേഷം മുകേഷിനെതിരെ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നത്. ഇത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ തന്നെ പൂഴ്ത്തുകയായിരുന്നു. അതിനുശേഷം മുകേഷിനെ പല വിധത്തിൽ പരിപാടികളിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തിയും CPM കിണഞ്ഞ പരിശ്രമിച്ചു. ഇതെല്ലാമായിരുന്നു ഇത്തവണ ഇടം കാലുകൊണ്ട് മുകേഷിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള പ്രധാന കാരണം. മുകേഷ് മാത്രമല്ല, വള്ളി പൊട്ടിയ വായായിട്ട് നടക്കുന്ന MM മണിക്കും ഇത്തവണ സീറ്റില്ല. അവസാനമായി പരസ്യമായിട്ട് മന്ത്രി സജി ചെറിയാനെതിരെ രംഗത്ത് വന്നത് മണിക്ക് പാരയായി മാറിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കുത്തനെ താഴേക്ക് പോയപ്പോൾ പെൻഷനെല്ലാം വാങ്ങിച്ച് ശാപ്പിട്ട് വോട്ട് ചെയ്തില്ല എന്ന മണിയുടെ പ്രസ്താവന എല്ലാ അതിരുകളും കടക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മണി നടത്തിയ എല്ലാത്തിനും പ്രതിഫലമായിട്ട് പാർട്ടി കൈവിട്ടിരിക്കുന്നു. ഇവരെ മാത്രമല്ല, ഒരുപാട് വെട്ടിനിരുത്തലുകളും തിരുത്തലുകളും പാർട്ടി ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ കാലത്ത് സ്പീക്കറായിരുന്ന N ഷംസീറിനും സീറ്റില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നാടകത്തിന്റെ സൂത്രധാരനായിട്ട് അവസാനവട്ടവും പാർട്ടിയുടെ പ്രീതി നേടാൻ ശ്രമിച്ച ഷംസീറിന് തഴയുകയായിരുന്നു പാർട്ടി. കാരായി രാജനെയാണ് തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. തലശ്ശേരിയിലെ കുപ്രസിദ്ധമായ ഫസൽ വധക്കേസിൽ പ്രതിയായിരുന്ന കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM നൽകുന്ന സന്ദേശം അപകടം പിടിച്ചു തന്നെയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. എന്നാൽ കുടുംബ ആധിപത്യ ഭരണത്തിനൊക്കെ എതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്ന CPM ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ CPM-ൽ നിന്നും S രാജേന്ദ്രൻ BJP-യിൽ ചേർന്ന സാഹചര്യത്തിൽ വീണ്ടും MM മണിയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മണി അതിന് മാനസികമായി തയ്യാറായി പ്രചാരണ പരിപാടികൾക്കായി പാർട്ടി വേദികൾ കയറുകയും ചെയ്തു. എന്നാൽ മണിക്ക് പകരം മുമ്പ് CPM-ന്റെ MLA ആയിരുന്ന KK ജയചന്ദ്രനെയാണ് പാർട്ടി തീരുമാനിച്ചത്. പൊന്നാനി സീറ്റിൽ സിറ്റിംഗ് MLA P നന്ദകുമാറിനെ ഒഴിവാക്കി പകരം AK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കി. ആലത്തൂരിൽ KD സതീഷിന് പകരം TM ശശിയാണ് മത്സരിപ്പിക്കുന്നത്. ഇത്തവണ മത്സരിക്കാനില്ല എന്ന പാർട്ടിക്ക് കത്ത് കൊടുക്കുമെന്നും പ്രഖ്യാപിച്ച KT ജലീലിനെ ഇത്തവണയും തവനൂരിൽ നിന്നും മത്സരിപ്പിക്കുന്നുണ്ട്. പാലക്കാട് CPM-ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായിട്ടില്ല. എന്നാൽ KK ശൈലജ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മട്ടന്നൂരിൽ അവർക്ക് സീറ്റ് നൽകിയില്ല. പേരാവൂരിൽ മത്സരിക്കാമെങ്കിൽ ആയിക്കോളൂ, അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്ന പാർട്ടി നിലപാടിന് അവർ വഴങ്ങുകയായിരുന്നു. മട്ടന്നൂരിൽ VK സനോജിന് സീറ്റ് കൊടുത്തു. ശൈലജ മത്സരിക്കുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോടാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഒരു ഉച്ചാടനവും ഭൂതപ്രേത ആവാഹനമൊക്കെ നടത്തിയിട്ടുള്ള ഒരു ശ്രമം CPM ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഇവരുടെ സ്ഥാനാർത്ഥി പട്ടിക കണ്ട് ആവേശം കയറിയിട്ടുണ്ട്. ഒന്നുപോലും നിലം തൊടില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്.